പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ പ്രവർത്തനങ്ങളിൽ പ്രാർത്ഥനയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പ്രകൃതിയുടെ മാറ്റങ്ങൾ, മഴക്കെടുതിയുടെ അനുഭവങ്ങൾ കേരളത്തിന്റെ അങ്ങോളവും ഇങ്ങോളവും ശക്തമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ആദിയിലും ഭയത്തിലും ഭീതിയിലും കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. എങ്കിലും ദൈവത്തിന്റെ കൃപയാലും ദൈവത്തിന്റെ അനുഗ്രഹത്താലും അവിടെ ഇവിടെയായി താമസിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം കരുതുന്നു, അവരെ പരിപാലിക്കുന്നു, അവരെ സൂക്ഷിക്കുന്നു. വേണ്ടതായ എല്ലാ നന്മകളും അനുഗ്രഹം കൊണ്ട് അവരെ ഓരോരുത്തരെയും സമ്പന്നരാക്കുന്ന കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷയങ്ങൾ, അനുഗ്രഹീതനായ ഒരു ദൈവദാസനായ ഗിദെയോൻ മുന്തിരിച്ചക്കിനടുക്കലിരുന്നു കൊണ്ട് ഗോതമ്പ് വിധിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് പറയുകയാണ്, ഈ ബലത്തോടെ പോകാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. അനവധിയായ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട്, ചില പ്രിയപ്പെട്ടവരെ യുദ്ധത്തിനായി തിരഞ്ഞെടുത്തുകൊണ്ട്, കയ്യിൽ കാഹളം പിടിച്ചുകൊണ്ട്, ഒരു കൈയിൽ കുടം പിടിച്ചുകൊണ്ട്, അതിനകത്ത് ഒരു പന്തം കത്തിച്ചു വെച്ചിട്ട് താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ കുടമുടയ്ക്കണം എന്ന് ദൈവത്തിന്റെ ആലോചന പറയുമ്പോൾ അതുപോലെ ചെയ്ത ശത്രുക്ക് ഭയപ്പെടുന്നൊരവസ്ഥ കാണുവാൻ ഇടയായി തീരുകയാണ് 8-9 അധ്യായങ്ങളിൽ. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഗിദെയോന്റെ കയ്യിലിരിക്കുന്ന ആ കാഹളമുണ്ടല്ലോ, അത് അനുഗ്രഹത്തിന്റെ വിടുതലിന്റെ അനുഭവം തന്നെയാണ്. നമുക്കറിയാം, യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യെരിഹോ പട്ടണത്തെ കണ്ടുകൊണ്ട് ഭയപ്പെട്ട, വളരെ നിരാശയോടുകൂടെ, വളരെ വേദനയോടുകൂടെ ജനങ്ങളൊക്കെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന യോശുവ ആ യെരിഹോ പട്ടണത്തിന്റെ മതിലിനരികിൽ നിന്ന് കരയുകയാണ്. ഇനി ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല. ഇനിയും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് കയറുവാൻ കഴിയാത്ത വിധത്തിൽ ശക്തമായ മതിൽക്കെട്ട് മുൻപിലാണ്. മതിലുകൊണ്ട് ജനം കടന്നു വന്നപ്പോൾ അടച്ചിരിക്കുകയാണ്. ജീവിത സാഹചര്യങ്ങളെ, നന്മയുടെ കവാടങ്ങളെ അടച്ചുകൊണ്ട്, ഉപജീവന മാർഗത്തിന്റെ വഴികളെ അടച്ചുകൊണ്ട്, കുഞ്ഞുങ്ങളുടെ ഭാവി തലമുറകളെ അടച്ചുകൊണ്ട്, ലഭിക്കപ്പെടേണ്ടതായ എല്ലാ ഭക്ഷണ പാനീയങ്ങളെയും അടച്ചുകൊണ്ട്, എല്ലാവിധമായ അനുഗ്രഹങ്ങളെയും നന്മകളെയും കെടുത്തിക്കളയും വിധത്തിൽ അടച്ചിരിക്കുന്ന ആ മതിൽക്കെട്ടിന്റെ മുൻപിലിരുന്ന് കരയുന്ന യോശുവ, അവിടെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് ആ ദൈവത്തിന്റെ ദൂതനെ കണ്ടപ്പോൾ ഭയപ്പെട്ടു. അപ്പോൾ യോശുവ ചോദിച്ചു, നീ ആരുടെ പക്ഷക്കാരനാണ്? നീ ശത്രുപക്ഷത്തുള്ളവനാണോ? അല്ല, ഞാൻ ദൈവത്തിന്റെ അധിപതിയായി നിന്റെ പക്ഷത്ത് നിൽക്കുവാൻ വന്നിരിക്കുന്നവനാണ്. നിന്റെ കണ്ണുനീര് കണ്ട്, വേദന കണ്ട്, വ്യതകൾ കണ്ട്, നൊമ്പരങ്ങൾ കണ്ട് നിന്റെ രക്ഷയ്ക്കായി ഞാൻ കടന്നു വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെയൊക്കെയും ജീവിതത്തിൽ വാതിലുകൾ അടയുമ്പോൾ, മാർഗങ്ങളില്ലാതെ പോകുമ്പോൾ, ദൈവം ഏതെങ്കിലും ഒരു വഴി നിങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. ദൈവികമായ സാന്നിധ്യവും ദൈവദൂതന്റെ സാന്നിധ്യവും ഇറങ്ങി വന്നതുപോലെ നിങ്ങൾക്ക് സമീപത്തായിട്ട് ഒരു അനുഗ്രഹത്തിന്റെ വാതിൽ നിങ്ങൾക്കായി തുറക്കുക തന്നെ ചെയ്യും. ഭൗതിക നന്മയുടെ വാതിലുകളായിരിക്കാം, ബിസിനസിന്റെ വാതിലുകളായിരിക്കാം, ജോലിയുടെ വാതിലുകളായിരിക്കാം, വിദ്യാഭ്യാസത്തിൻ്റെതായിരിക്കാം. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മാർഗം ദൈവം നമുക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. നാം കരയുന്നു എങ്കിൽ, നാം യാചിക്കുന്നു എങ്കിൽ, നിലവിളിക്കുന്നു എങ്കിൽ അത് നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കുകയാണ്. ആ ദൈവദാസനോട് പറഞ്ഞു, നീ 6 പ്രാവശ്യം പട്ടണം ചുറ്റി നടന്ന് കാണണം. 7ാമത്തെ ദിവസം നീ കയ്യിൽ കാഹളം പിടിച്ചുകൊണ്ട് യഹോവയുടെ നാമത്തെ ഘോഷിക്കണം. അവിടെയും യേശുവിടെ കയ്യിൽ ഒരു കാഹളം കാണാനായിട്ട് കഴിയുന്നു. ആ ദൈവത്തിന്റെ ദാസനായ യോശുവയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, സകല ജനങ്ങളും കണ്ട് ഭയപ്പെട്ട് വണങ്ങുന്ന
അത്ഭുതകരമായിരിക്കുന്ന വിടുതലിന്റെ സന്ദേശം വെളിപ്പെടുത്തുന്ന അനുഭവമാണ് ആ ദൈവദാസനിലൂടെ അവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിലും ഉപവാസങ്ങളിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ, നമ്മുടെ ജീവിത ശൈലിക്ക് മാറ്റങ്ങൾ വരുത്തുമ്പോൾ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവികമായിരിക്കുന്ന ഒരു ഇടപെടലുകൾ ഉണ്ടാകും, ദൈവ സാന്നിധ്യം ഉണ്ടാകും. നമ്മളറിയാതെ ഒരു പ്രവർത്തനം, നമ്മളറിയാതെ ദൈവത്തിന്റെ ചലനം, നമ്മളറിയാതെ ഭവനത്തിലൊരു മാറ്റം, നമ്മളറിയാതെ ജോലി മേഖലയിലൊരു മാറ്റം, നമ്മളറിയാതെ ബിസിനസ്സിലൊരു മാറ്റം, നമ്മളറിയാതെ കുഞ്ഞുങ്ങളിലൊരു മാറ്റം, പുതിയ തലമുറകളിലേക്ക് കാലുവെക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ കഴിയുന്ന വിധത്തിൽ ദൈവികമായ ഇടപെടലുകൾ അവിടെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, നാം നിരാശപ്പെട്ടു പോകാതെ അവിടെ നിന്നുകൊണ്ട് ദൈവിക സാന്നിധ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാം മുൻപോട്ട് കടന്നു പോകുന്നു എങ്കിൽ നമുക്ക് വിടുതലും അനുഗ്രഹവും പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവികമായ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ തേടി വരുവാൻ ഇടയായിത്തീരും. അങ്ങനെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക്, അതേ ഗിദെയോന്, യോശുവയ്ക്ക്, കഴിഞ്ഞകാല ഭക്തന്മാരുടെ ജീവിത അനുഭവങ്ങളിലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ലഭിക്കപ്പെടുവാനുള്ളതായ ചില സന്ദേശങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അന്ന് 2 വാക്യങ്ങളിലൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ ദൈവത്തിന്റെ മക്കൾക്ക് ലഭിക്കപ്പെടുന്നതായിരിക്കുന്ന ചില അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഗുണങ്ങളും അതെന്താകുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതേ സങ്കീർത്തനം 138 വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവം കടാക്ഷിക്കുന്നു എന്നുള്ളതാണ്. ദൈവിക സാന്നിധ്യം, ദൈവിക ഇടപെടലുകൾ, അവിടെ ഒരു കടാക്ഷമുണ്ടാകുകയാണ്. അത് നമുക്ക് അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്. 2, രക്ഷ കൊണ്ട് ഞാൻ നിന്നെ അലങ്കരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അലങ്കാരം എങ്ങനെയാണ്? സങ്കീർത്തനം 149 വാക്യത്തിൽ വായിക്കുകയാണ്, രക്ഷയുടെ അലങ്കാരം. പ്രിയമുള്ളവരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ ഒരു രക്ഷയുടെ അലങ്കാരമുണ്ട്. അത് നാം മറന്നു പോകരുത് എന്ന് നാം ഓർക്കേണ്ടതാണ്. 3-ാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ദൈവം കൃപ നൽകും. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവം നമുക്ക് കൃപ തരുന്നു, കൃപ നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പി അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്തകളും അവന്റെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്തകളും, സകല ആവശ്യങ്ങൾ, സകല പ്രശ്നങ്ങളും, സകല വിഷയങ്ങളും ആ പാദപീഠത്തിൽ അർപ്പിക്കുക. വിഷയങ്ങൾ ഒരുപാടുണ്ടാകാം, ഭവനത്തിലുണ്ടാകാം, ജീവിതത്തിലുണ്ടാകാം, ജോലിയിലുണ്ടാകാം, കടന്നു പോകുന്ന മേഖലകളിൽ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെയും പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് കാൽക്കൽ വെക്കുക എന്നുള്ളതാണ്. കാരണം ദൈവകൃപയുണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവകൃപയുണ്ട്. പ്രിയമുള്ളവരെ, നാം ഭയപ്പെടാതെ മുൻപോട്ട് കടന്നു പോകണം. 4-ാമത് ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. സങ്കീർത്തനം 147 വാക്യമാണ്. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ. അതാണ് 40-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ, ഞാൻ കുഴഞ്ഞ ചേറ്റിലായിരുന്നു, ഞാൻ വേദനയിലായിരുന്നു, ഞാൻ നൊമ്പരത്തിലായിരുന്നു, ഞാൻ നിലവിളിച്ചു, ഞാൻ ആപേക്ഷിച്ചു, ഞാൻ യാചിച്ചു, ഒക്കെ ഞാൻ ചെയ്തു. അപ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ട് എൻ്റെ കൈക്ക് പിടിച്ചെന്നെ ഉയർത്തി പാറമേൽ നിർത്തി പുതിയൊരു പാട്ട് എനിക്ക് തന്നു. ആ പുതിയ പാട്ട് ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ പാടുന്നത്, ദൈവമഹത്വം കൊടുക്കുന്നത്, ദൈവികമായ ആ അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന അനുഭവങ്ങളായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും ഒക്കെയുണ്ട്. എങ്കിലും ദൈവത്താൽ അവൻ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു എങ്കിൽ അതിനൊരു വാതിലും ദൈവം തുറക്കും. അതിനൊരു സാഹചര്യം നമുക്ക് കാണിച്ചു തരും. അതിനൊരു മാറ്റം ദൈവം കൊണ്ടുവരും. ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി കാണുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അതിനായി ശക്തീകരിക്കട്ടെ. തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, കൈകാലികൾക്ക് ബലവും ശക്തിയും പ്രാപിച്ചുകൊണ്ട്, ആത്മധൈര്യവും ആത്മദർശനവും പ്രാപിച്ചുകൊണ്ട്, ലക്ഷ്യബോധത്തോടെ ലക്ഷ്യത്തിനായി പ്രാപ്തി പ്രാപിക്കുവാൻ പ്രാപ്തരായി ആ നിത്യതയ്ക്ക് അവകാശികളായി കർത്താവിന്റെ വരവിൽ കാണപ്പെടുന്നതിനായി ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം ഒരുക്കട്ടെ, ശക്തീകരിക്കട്ടെ. അതിനായി
ദൈവകരങ്ങളിൽ ഓരോരുത്തരെയും ഏൽപ്പിക്കുക. നിങ്ങളുടെ രോഗങ്ങൾ ഏതുമാകട്ടെ, ഭാരങ്ങൾ ഏതുമാകട്ടെ, സൗഖ്യദായകനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക്, അപേക്ഷിക്കുന്ന വിഷയങ്ങൾക്ക് അതേതും ആയിക്കൊള്ളട്ടെ. ഏത് പ്രശ്നങ്ങളുമാകട്ടെ, അവിടെ ദൈവികമായിരിക്കുന്ന ഒരു ഇടപെടലുകൾ നടക്കാൻ പോവാണ്. അടുത്ത ദിനങ്ങൾ നടക്കുമ്പോൾ അത് വിളിച്ചറിയിക്കണം, പ്രാർത്ഥിക്കണം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സുക്രിസ്തു പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു, രോഗികളായി കഴിയുന്നവരെ ഓർക്കുന്നു, ഭാരത്തിലിരിക്കുന്നവരെ ഓർക്കുന്നു, നിരാശയിലായിരിക്കുന്നവരെ ഓർക്കുന്നു. ഈ ദിവസങ്ങളിലായി ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണം. സ്വദേശത്തും വിദേശത്തും ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന, നാട്ടിലായിരിക്കുന്നവരുണ്ട്, ഗൾഫിലായിരിക്കുന്നവരുണ്ട്, അമേരിക്കയിലുള്ളവരുണ്ട്, യൂറോപ്പിലുള്ളവരുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയുടെ പ്രയാസങ്ങൾ കൊണ്ട് ഭാരപ്പെടുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, വിദേശത്ത് പഠിക്കുന്നവരുണ്ട്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. സകല നന്മകളാൽ നിറയ്ക്കണം, മഹത്വം പങ്കെടുക്കണം. രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ഇഷ്ടമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നല്ല അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഏത് അഭിപ്രായവും സ്വീകരിക്കുക. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും